ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് 2 ടോപ്പിക് നോക്കാണ്ട്. ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആൻഡ് കറന്റ് ട്രെൻഡ്സ്. പിന്നെ ഒരു ടോപ്പിക് വരുന്നത് ഫ്യൂച്ചർ ഓഫ് സ്കൂൾ സൈക്കോളജി ഇൻ ഇന്ത്യ. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടില്ല, എങ്കിലും നമുക്കത് നോക്കിപ്പോ. അത് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ ബാക്കി നിൽക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. 3 വട്ടം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന് എവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുകൊണ്ട് ഇത് വളരെ നന്നായിട്ട് പഠിക്കുക. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ്. ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആൻഡ് കറന്റ് ട്രെൻഡ്സ്. ഓഡിബിൾ ആണല്ലോ എല്ലാവർക്കും? Yes, ma'am. School psychology as a field has significant overlaps with the special field of educational psychology, clinical psychology, counseling psychology, community psychology and developmental psychology. സ്കൂൾ സൈക്കോളജിക്ക് ഈ പറയുന്ന എല്ലാ ഫീൽഡുകളായിട്ടും ഓവർലാപ്ഡ് ആണ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു കോള് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ വരാം. അപ്പൊ നമ്മുടെ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് എന്താ? വിദ്യാർത്ഥികളുടെ, സ്റ്റുഡൻസിന്റെ പഠിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ബിഹേവിയറൽ പ്രോബ്ലംസ്, അവരുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഇതൊക്കെ തിരിച്ചറിയാനും അവയൊക്കെ പരിഹരിക്കാനായിട്ടാണ് എന്ത് സ്കൂൾ സൈക്കോളജിസ്റ്റുകൾ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്കൂൾ സൈക്കോളജിക്ക് മറ്റു ഫീൽഡുകളായിട്ട് ഒരു റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓവർലാപ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി പറയുന്ന ഫീൽഡൊക്കെ ആയിട്ട് എന്താണ് ഓവർലാപ്ഡ് ആണ്. The traditional role of school psychologist has more often been restricted to the psychometric model, where assessments was the key feature of the profession. അപ്പൊ പണ്ട് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, അതായത് ഭയങ്കര പരിമിതമായിരുന്നു. സൈക്കോമെട്രിക് മോഡൽ ആണെന്ന് പറയാം. അതായത് ടെസ്റ്റുകൾ യൂസ് ചെയ്യുക, സ്റ്റുഡന്റിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് വിലയിരുത്തുക. അതായത് ഇപ്പൊ വല്ല IQ ടെസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക, കുട്ടികളെ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് അയക്കുക. ഇതായിരുന്നു പ്രധാനമായിട്ടും മുൻപ് സ്കൂൾ സൈക്കോളജിസ്റ്റുകളുടെ ജോലി എന്ന് പറയുന്നത്. ആൻഡ് അറൌണ്ട് 2 decades ബാക്ക് സ്കൂൾ സൈക്കോളജിസ്റ്റ് ഇൻ ഇന്ത്യ were seen as experts in psychological testing and guidance. അപ്പൊ കുറച്ച് മുന്നേ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്താണ്, around 2 decades back, school psychologists in India were seen as experts in psychological testing and guidance. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിലും ഗൈഡൻസിലും അവർ എക്സ്പേർട്ട് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. The role outlined were limited in the school setting, and the school psychologist often reported of not having role clarity. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ ക്ലാരിറ്റി എന്താണെന്നുള്ളത്, അവർക്ക് റോൾ ക്ലാരിറ്റി ഇല്ല. അതായത് അവരുടെ എക്സാക്ട് ജോലി എന്താണെന്നുള്ളത് അവർക്ക് വ്യക്തമല്ല. അതായത് ഇപ്പൊ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് ചെയ്യണോ, ടെസ്റ്റ് ചെയ്യണോ, ഡിസിപ്ലിൻ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ എന്താണ്, അത് വ്യക്തമല്ല. അതാണ് നോട്ട് ഹാവിംഗ് റോൾ ക്ലാരിറ്റി. അടുത്തത് ഓഫ് ബീങ് ഹാൻഡഡ് ഓവർ ടാസ്ക് ദാറ്റ് ഡിഡ് നോട്ട് ഫോൾ അണ്ടർ ദെയർ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്. അവരുടെ എക്സ്പെർട്ടൈസ് അല്ലാത്ത ജോലികളാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഓരോ ജോലിക്കും അവർക്ക് അതിൻ്റെതായിട്ടുള്ള എക്സ്പെർട്ട് വേണം. ഇപ്പൊ നമുക്കൊരു ടെസ്റ്റ് എടുക്കണമെങ്കിൽ ആ ടെസ്റ്റ് നമുക്ക് എടുക്കാനുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കണം. അപ്പൊ എക്സ്പേർട്ട് അല്ലാത്ത ജോലികൾ അവർക്ക് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എക്സാം ഡ്യൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അറ്റൻഡൻസ്, ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് വർക്ക് കൊടുക്കുക, ഓഫീസ് ജോലി കൊടുക്കുക. ഇതൊന്നും സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ജോലിയല്ല. പക്ഷെ ഈ പറയുന്നതൊക്കെ അവർ എക്സ്പെർട്ട് അല്ലാത്ത ഏരിയ ഏതാണോ ആ ജോലികൾ അവർക്ക് കൊടുക്കുക. ഓഫ് ബീങ് മിസ്അണ്ടർസ്റ്റുഡ് ഇൻ ദയർ റോൾസ് ആസ് സൈക്കോളജിസ്റ്റ് ഓർ കൗൺസിലേഴ്സ്. അവരുടെ റോള് തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് സ്റ്റുഡൻസിന്റെ പ്രോബ്ലംസ്
കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ്. പക്ഷെ ടീച്ചർ പറയാ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ടീച്ചർ പറയാണ് ഈ കുട്ടി ഭയങ്കര നോട്ടിയാണ്, സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവിടുന്നു. പക്ഷെ എല്ലാ കുട്ടികൾക്കും സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ആരുടെ ജോലി? സൈക്കോളജിസ്റ്റിന്റെ ജോലി. അപ്പൊ ഓഫ് ബീങ് മിസ്അണ്ടർസ്റ്റുഡ് ഇൻ ദർ റോൾസ് ആസ് സൈക്കോളജിസ്റ്റ് ഓർ കൗൺസിലേഴ്സ്, അവരുടെ ശരിക്കും അവർ ആ റോൾ എന്താണെന്നുള്ളത് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നു. ഓഫ് ഫേസിങ് അൺറിയാലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഫ്രം പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. നാലാമത്തെന്ന് പറയുന്നത് എന്താണ്? പാരന്റ്സിന്റെ നിന്ന് ടീച്ചേഴ്സിൽ നിന്നൊക്കെ ഒരു അൺറിയാലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്ടേഷൻസ്. അതായത് ഒരു ഒരൊറ്റ കൗൺസിലിംഗ് സെഷൻ കൊണ്ട് കുട്ടി മാറണം എന്നൊക്കെ ചില പാരന്റ്സ് വിചാരിക്കും. നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പാരന്റ്സും ടീച്ചേഴ്സും പറയാം എന്താ, ഈ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, കുട്ടിക്ക് നാളെ ഒരു സെഷൻ കൊടുത്തതാ, പക്ഷെ ആ കുട്ടിക്ക് ഒരു മാറ്റമില്ല. അപ്പൊ അൺറിയാലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആയിരിക്കും ചിലപ്പോൾ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഭാഗത്ത് നിന്നുണ്ടാവുക. അതൊരു നാലാമത്തെ പ്രശ്നമാണ്. ആൻഡ് ഓഫ് നോട്ട് എൻജോയിങ് ദ സ്റ്റാറ്റസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. എന്താണ് അഞ്ചാമത്തെ എന്ന് പറയുന്നത്? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ പോലെ ഒരു സ്റ്റാറ്റസ് സ്കൂൾ സൈക്കോളജിസ്റ്റിന് ഇല്ല. അതായത് സമൂഹത്തില് റെക്കഗ്നൈസ്ഡ് അല്ല, ഒരു പോസ്റ്റ് ഇപ്പോഴും റെക്കഗ്നൈസ്ഡ് അല്ല. ഒരു ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റിനെ കൂടുതൽ വാല്യൂ ചെയ്യില്ല. ഒരു ഹോസ്പിറ്റലിലാണ് സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ ഒരു സ്കൂളിലെ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് വാല്യൂ കിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ സ്കൂൾ സൈക്കോളജിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ പറഞ്ഞേ? Over the years, as school psychology as a field evolved, many additional features have been added to this profession that makes it distinct from the more commonly overlapping fields of clinical and counseling psychology. അപ്പൊ ഇപ്പൊ നിലവിൽ എങ്ങനെയാണ്? സ്കൂൾ സൈക്കോളജി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാലക്രമേണ ഈ ഒരു ഫീൽഡ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് മാറുകയാണ്. കാരണം എന്താ, മുൻപ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു ഫീൽഡ് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഇവരൊക്കെയായിരുന്നു സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്നത്. ഇന്നും പല സ്കൂളുകളിലും ഇതേ ഒരു ട്രെൻഡ് തന്നെ ഉണ്ട്. അതായത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സ്കൂൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യാം. അപ്പൊ അവിടെ ഒരു വ്യത്യാസമില്ല. The overlaps of the field is owing to the fact that before school psychology started off as a distinct field, it was the counseling and clinical psychologist who worked in the school setting. കേട്ടോ, ഇതെന്താണ്, മുൻപ് സ്കൂൾ സൈക്കോളജിനെ ഒരു ഡിസ്റ്റിങ്ക്ട് ഫീൽഡ് ആക്കിയിട്ട് കണ്ടിരുന്നില്ല. അപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു സ്കൂൾ സൈക്കോളജി അല്ലെങ്കിൽ സ്കൂൾ സെറ്റിംഗിൽ വർക്ക് ചെയ്തിരുന്നത്. ദ ട്രെൻഡ് ഹാസ് പ്രിറ്റി മച്ച് റിമെയിൻഡ് ദ സെയിം അക്രോസ് സ്കൂൾസ് സിൻസ് വി ഡു നോട്ട് ഹാവ് മെനി പ്രൊഫഷണൽ കോഴ്സസ് ദാറ്റ് ഓഫർ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഇൻ സ്കൂൾ സൈക്കോളജി. അപ്പൊ ഇന്നും പല സ്കൂളുകളിലും ഇത് തന്നെ തുടരുന്നുണ്ട്. കാരണം എന്താ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ കുറവാണ്. ഇപ്പൊ സ്കൂൾ സൈക്കോളജി സ്പെഷ്യലൈസ് ചെയ്യുന്ന കോഴ്സുകൾ വളരെ കുറവാണ്. ഇപ്പൊ ചില കോഴ്സുകൾ മാത്രമാണ്, ചില യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് കോഴ്സുകൾ കൊടുക്കുന്നത്. അറ്റ് പ്രസന്റ് ഇൻ ഇന്ത്യ, very few universities have started to offer specialized training in school psychology. For instance, there are 2 universities that offer postgraduate programs, the Maharaja Sayajirao University of Baroda and GD Goenka University, Gurugram. രണ്ട് യൂണിവേഴ്സിറ്റികളാണ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഇൻ സ്കൂൾ സൈക്കോളജി ഓഫർ ചെയ്യുന്നത്. ഇൻ സ്കൂൾ സൈക്കോളജി ആൻഡ് എ ഡിപ്ലോമ course on school psychology is being offered by Pune University. Pune University സ്കൂൾ സൈക്കോളജിയിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹാസ് ബീൻ ഓഫറിംഗ് എ കോഴ്സ് ഓൺ സ്കൂൾ സൈക്കോളജി ഇൻ ഇറ്റ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇൻ 2010. നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു സബ്ജക്ട് ഇഗ്നോന്റെ എന്താണ് 2010 മുതൽ ഒരു കോഴ്സായിട്ട് ഇഗ്നോയും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ പരിമിതമാണ്. സ്കൂൾ സൈക്കോളജിക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് പല യൂണിവേഴ്സിറ്റികളും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോഴുണ്ടോ അത് സ്കൂൾ സൈക്കോളജിയുടെ കോഴ്സ് ഉണ്ടാവൂലല്ലോ, മാറ്റിയില്ലേ? സ്കൂൾ സൈക്കോളജി പക്ഷെ നിർബന്ധാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഇത് നമ്മുടെ സ്കൂൾ സൈക്കോളജി ഇപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇത് കോർ സബ്ജക്റ്റ് അല്ല, ഇതൊരു ഇലക്റ്റീവ് സബ്ജക്റ്റാ. വേറെ കോഴ്സ് പഠിക്കുന്നവർക്കും ഈ ഒരു ഇലക്റ്റീവ് എടുത്തിട്ട് പഠിക്കാം. അത് അവരുടെ താല്പര്യം പോലെ. ഇപ്പൊ ഒരു സോഷ്യോളജി എടുക്കുന്നവർക്ക് ഇലക്റ്റീവ്സ് ഉണ്ട് വെച്ചെങ്കിൽ അതിൽ സ്കൂൾ സൈക്കോളജി ഇലക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് വെച്ചെങ്കിൽ അതെടുത്ത് പഠിക്കാം.
അങ്ങനെയുണ്ട്. ഇപ്പൊ ഇഗ്നോളപ്പം ഉണ്ടാ? ഇഗ്നോയില് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിഗ്രി നിർത്തലാക്കി, ഡിഗ്രി PG ഒക്കെ നിർത്തലാക്കി. പക്ഷെ ഈ ഒരു ഇലക്റ്റീവ് കോഴ്സുകൾ ഉണ്ടായിരിക്കും. ഇമോഷണൽ ഇന്റലിജൻസ്, സ്കൂൾ സൈക്കോളജി, പിന്നെ അതുപോലെ തന്നെ റീതിങ്കിങ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ, അങ്ങനത്തെ ഇലക്റ്റീവ്സ് നോക്കുമ്പോൾ ഇതവിടെ ഉണ്ടായിരിക്കും. സ്കൂൾ സൈക്കോളജി ഉണ്ടായിരിക്കും. കാരണം അതൊരു ജസ്റ്റ് ഒരു കോഴ്സ് മാത്രമാണ്, അതായത് ഒരു സബ്ജക്ട് മാത്രം. മൊത്തത്തില് കോഴ്സ് എടുത്തു കളഞ്ഞു എന്നുള്ളൂ. ഈ ഒരു സബ്ജക്റ്റിനെ എടുത്തു മാറ്റിയിട്ടുണ്ടാവില്ല, ഉണ്ടായിരിക്കില്ല. കാരണം അത് ആസ് എ സബ്ജക്ട് അത് ഉണ്ടായിരിക്കും. ഇലക്റ്റീവ് അല്ലേ. ഇപ്പൊ നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് മാത്രമല്ല ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. വേറെയും എന്താണ് വേറെ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് പറഞ്ഞ പോലെ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, അങ്ങനെയൊക്കെ ഇലക്റ്റീവ്സ് പഠിക്കുന്നവര്, വേറെ സബ്ജക്റ്റിൽ ഇലക്റ്റീവ്സ് പഠിക്കുന്നവർ ചിലപ്പോൾ ഈ ഒരു സബ്ജക്ട് എടുക്കാം. ഇപ്പൊ നമ്മളിൽ തന്നെ BA PCH സ്റ്റുഡൻസില് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇ-കോമേഴ്സ് ഒക്കെ ഇലക്റ്റീവ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് റിലേറ്റഡ് അല്ല, പക്ഷെ നമ്മൾ ഇലക്റ്റീവ്സ് ഒപ്റ്റ് ചെയ്യുന്നവരില്ലേ. അപ്പൊ അതുപോലെ ഒപ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സബ്ജക്ട് എന്തായാലും ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിഞ്ഞുകൂടാ, ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തത് ഇത് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റന്റ് മാത്രമാണ് കേട്ടോ നിർത്തലാക്കിയിട്ടുള്ളത്. റെഗുലർ കോഴ്സുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ റെഗുലർ കോഴ്സുകൾ ഉണ്ട് വെച്ചെങ്കിൽ അതിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. ഇതുവരെ ഓക്കെ ആണോ പറഞ്ഞേ? ഇനി നെക്സ്റ്റ് ഈ ഒരു പാരഗ്രാഫ് നോക്കിയാൽ മതി. അപ്പോ മൊത്തത്തിൽ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ സ്കൂൾ സൈക്കോളജിസ്റ്റുകൾക്ക് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മേഖലയിൽ പണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, കുറച്ചും കൂടി ഒരു പ്രൊഫഷനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ട്രെയിനിങ്ങുകൾ കുറവാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഈ ഒരു കോഴ്സിന് അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു പോസ്റ്റ് നമുക്ക് സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ അടുത്തതാണ് ഇതില് ഈ ഒരു പാരഗ്രാഫ് നോക്കിയാൽ മതി കേട്ടോ. The discipline of school psychology is considered well established when measured against 6 indices. നമുക്ക് 6 കാര്യങ്ങൾ നോക്കിയിട്ടാണ്, അതായത് 6 പ്രധാന നമ്മൾ മാനദണ്ഡങ്ങൾ എന്ന് പറയില്ലേ, അത് വേണമെച്ചെങ്കിൽ നമുക്ക് ഇതിൽ പറയാനായിട്ട് പറ്റും. അതായത് 6 പ്രധാന സൂചികകൾ എന്നല്ല, ഇൻഡൈസസിനെ പറയാം. അതിൽ ആദ്യത്തെയാണ് സ്പെഷ്യലൈസ്ഡ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻ സ്കൂൾ സൈക്കോളജി. സ്കൂൾ സൈക്കോളജിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് പ്രത്യേക ഒരു ഫീൽഡ് തന്നെ വേണം. സ്കൂൾ സൈക്കോളജി PG കോഴ്സ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറേറ്റ് പ്രോഗ്രാംസ് ഇൻ സ്കൂൾ സൈക്കോളജി. സ്കൂൾ സൈക്കോളജിയിൽ തന്നെ ഡോക്ടറേറ്റ് പ്രോഗ്രാംസ്, അതായത് PhD ചെയ്യാനുള്ള സൗകര്യങ്ങൾ, PhD ലെവൽ സ്പെഷ്യലൈസേഷൻസ്. പിന്നെ ഹയറിംഗ് ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ആസ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ നിയമിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ MSc സൈക്കോളജി പ്ലസ് ട്രെയിനിങ്, സ്കൂൾ സൈക്കോളജി ട്രെയിനിങ് ഉള്ള ആൾക്കാരെ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നിയമിക്കുക. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ലൈസൻസ്ഡ് പ്രാക്ടീസ്, എന്താണ് ലൈസൻസോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം, അത് നിർബന്ധിതമാക്കുക. ഫോമിംഗ് ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻസ്, അതായത് ഈ ഒരു ഫീൽഡിന് മാത്രമായിട്ട് ഒരു അസോസിയേഷൻ എന്ന് പറയില്ല, സംഘടനകൾ, അതായത് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ അങ്ങനെ ഉണ്ടാവുക. ഒരു മിനിറ്റ് ഒന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. സ്കൂൾ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ. പിന്നെ 6ാമത്തെന്ന് പറയുന്നത് അക്കാഡമിക് ജേർണൽസ് ദാറ്റ് അഡ്രസ്സസ് ദ ഇഷ്യൂ ഓഫ് ദിസ് ഫീൽഡ്. എന്താണ് 6ാമത്തെന്ന് പറയുന്നത്? ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു റിസർച്ചോ അല്ലെങ്കിൽ ജേർണൽസോ ഒക്കെ ഉണ്ടായിരിക്കും. അതായത് സ്കൂൾ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു ഫീൽഡിനെ കുറച്ചും കൂടി എന്താണ് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫീൽഡ് ആണെന്ന് നമുക്ക് പറയാം. അതിന് ഈ പറയുന്ന 6 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ഏതൊക്കെയാണ്? സ്പെഷ്യലൈസ്ഡ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്, പിന്നെ ഡോക്ടറേറ്റ് പ്രോഗ്രാംസ്, പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആവുക, അവർക്ക് ലൈസൻസ് നിർബന്ധിതാക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻസ് ഫോം ചെയ്യുക, പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ജേർണൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യാം. ഇതുകൊണ്ടൊക്കെ എന്താ ചെയ്യാം, നമുക്ക് ഈ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഡിസിപ്ലിൻ ആക്കിയിട്ട് ഇതിനെ മാറ്റാനായിട്ട് പറ്റും. ഇൻ ഇന്ത്യ
In India, we have already met conditions 1, 3, and 4, and though there are schools that are hiring para-professionals or experts in psychology who may be unable to rightfully cater to the mental health needs of school children. The country does not offer specialized doctorate degrees for the other specialization of psychology, and hence this may remain an issue that is pending for it. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നിലവിലിപ്പോ എന്താണ് അവസ്ഥ? നിലവിലിപ്പോ അവസ്ഥ എന്താണ്? ഇപ്പൊ ഈ 6-ൽ ചിലത് മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ അല്ലെ. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഹയർ ചെയ്യുന്നുണ്ട്, ലൈസൻസ്ഡ് പ്രാക്ടീസ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും കുറവുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇതില് ഡോക്ടറേറ്റ് പ്രോഗ്രാംസ് ഇല്ല, പ്രൊഫഷണൽ അസോസിയേഷൻസ് ഇല്ല, സ്കൂൾ സൈക്കോളജിസ്റ്റിന് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻസ് ഇല്ല, അക്കാഡമിക് ജേർണൽസ് ഇല്ല. ഇതൊന്നും ഇപ്പോഴും കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും ട്രെയിൻ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ നിയമിക്കുക, പാരാപ്രൊഫഷണൽസ്, പിന്നെ അതുപോലെ തന്നെ ജനറൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, ഇവരൊക്കെയാണ് കൂടുതലും ജോലി ചെയ്യുന്നത്. അതായത് പാരാപ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഫുള്ളി ട്രെയിൻഡ് അല്ലാത്തവര് പാരാപ്രൊഫഷണൽസ് എന്ന് പറയും. പിന്നെ ഓർ എക്സ്പെർട്സ് ഇൻ സൈക്കോളജി, സൈക്കോളജിയിൽ ജനറൽ കോഴ്സുകൾ ചെയ്തവർ, അതായത് ജനറൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, ഇവരൊക്കെയാണ് സ്കൂൾ സൈക്കോളജിസ്റ്റുകളായിട്ട് ജോലി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു BA സൈക്കോളജി ഉള്ള ഒരാളെ കൗൺസിലിംഗ് ടീച്ചറായിട്ട് നിയമിക്കുക എന്ന് പറയുമ്പോൾ എന്തായി? അത് പാരാപ്രൊഫഷണലായി. അപ്പൊ ഇത് കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ നമുക്ക് എക്സാക്ട്ലി നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലത്തെ ഒരു പ്രശ്നമാണ് ഡോക്ടറേറ്റ് ഇഷ്യൂ. Country does not offer specialized doctorate degree for the other specialization of psychology, and hence this may remain an issue that is pending further. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ത്യയിൽ പല സ്പെഷ്യലൈസേഷനുകൾക്കും ഇതുപോലെ PhD ലെവൽ സ്പെഷ്യലൈസേഷൻ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂൾ സൈക്കോളജി ഡോക്ടറേറ്റ് പ്രോഗ്രാംസ് ഇല്ലാത്തത് ഇപ്പോ നമുക്ക് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമാണ്. ഇത്രയാണ് നമുക്കിപ്പോ ഹിസ്റ്ററി നോക്കാനായിട്ട്. ഇതുവരെ നോക്കിയാൽ മതി. ഇപ്പൊ തന്നെ കുറെ ആയിട്ടുണ്ടല്ലോ. ഇതുവരെ ഓക്കെയാണ് പറഞ്ഞേ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമ്മൾ സോഷ്യോളജി സബ്ജക്ട് പോലെ തന്നെ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് നീട്ടി വലിച്ചെഴുതേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തതാണ് ഫ്യൂച്ചർ ഓഫ് സ്കൂൾ സൈക്കോളജി ഇൻ ഇന്ത്യ. ഇത് വന്നിട്ടില്ലേ ക്വസ്റ്റ്യൻ? എങ്കിലും നമുക്കൊന്ന് നോക്കി പോവാം. ഫ്യൂച്ചർ ഓഫ് സ്കൂൾ സൈക്കോളജി ഇൻ ഇന്ത്യ. School psychology in India in near future has a widened scope to grow and develop. Professional organizations need to work toward the development of standardized assessment tools that can be used to the school psychologist. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ സ്കൂൾ സൈക്കോളജിയുടെ ഭാവിയാണ് പറയുന്നത്, അതായത് ഫ്യൂച്ചർ. ഭാവിയില് വലിയൊരു സാധ്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ ഇന്ത്യയിലെ സ്കൂൾ സൈക്കോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനും നല്ലൊരു മേഖലയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ് എന്ത് സ്കൂൾ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലേഴ്സ് ഒക്കെ ഉള്ളത്. ഇപ്പൊ ഈ വർഷം മുതൽ ഞാൻ പറഞ്ഞല്ലോ CBSEകളിൽ നിർബന്ധമാക്കിയിട്ട് വന്നിട്ടുണ്ട്. അതായത് സ്കൂൾ കൗൺസിലേഴ്സ് നിർബന്ധമാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കാലക്രമേണ ചിലപ്പോൾ കൂടാം അല്ലെ. സ്കൂൾസ് അത് കൗൺസിലേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്നുള്ള പോസ്റ്റായിട്ട് മാറാം. അപ്പൊ ഭാവിയിൽ ചിലപ്പോൾ എല്ലാ സ്കൂളുകളിലും ഈ ഒരു പോസ്റ്റ് വന്നെന്നിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് നമുക്ക് വേണം അല്ലെ. ആൻഡ് ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് അസസ്മെന്റ് ടൂൾസ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ദി സ്കൂൾ സൈക്കോളജിസ്റ്റ്. സ്കൂൾ സൈക്കോളജിസ്റ്റുകൾക്ക്, അതായത് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ചേർന്നിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അസസ്മെന്റ് ടൂൾസ് ഡെവലപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു ഇന്റലിജൻസ് ടെസ്റ്റോ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റോ. അതായത് ഇന്ത്യയിലെ കുട്ടികൾക്ക്, നമ്മുടെ ഇന്ത്യൻ ഫ്യൂച്ചർ ആണ്, ഇന്ത്യൻ സ്കൂൾ സൈക്കോളജിയുടെ ഫ്യൂച്ചർ ആണ് പറയുന്നത്. ഇന്ത്യയിലെ കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വെസ്റ്റേൺ കൾച്ചറിലുള്ള ഒരു സ്കെയിൽ കൊടുത്തിട്ട് ഇവിടെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ വിസ്ക് എടുത്തിട്ട് വരികയെന്ന് വിചാരിക്കുക. വെസ്റ്റേണിന്റെ ഇന്റലിജൻസ് സ്കെയിൽ എടുത്തിട്ട് ഇന്ത്യൻ സ്റ്റുഡന്റിന് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസബിലിറ്റി കാണിക്കും. കാരണം ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് പറ്റുന്ന സ്കെയിൽ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. പിന്നെ അടുത്തത്
സ്റ്റാൻഡർഡൈസ്ഡ് അസസ്മെന്റ് ടൂൾസ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ദി സ്കൂൾ സൈക്കോളജിസ്റ്റ്. സ്കൂൾ സൈക്കോളജിസ്റ്റുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾ. ഫോർ എക്സാമ്പിൾ എന്ത് പറഞ്ഞു, ഇന്റലിജൻസ് ടെസ്റ്റോ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. The future of school psychology should evidence a shift in perspective and become more community oriented in addressing the school's mental health concerns. അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യം എന്താണ്, സ്കൂൾ സൈക്കോളജിയിൽ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് അപ്രോച്ച് ഉണ്ടായിരിക്കണം. അതായത് ഭാവിയിൽ സ്കൂൾ സൈക്കോളജിസ്റ്റ് ഒരു സ്കൂൾ മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റിയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കണം. ഇപ്പൊ അതായത് ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു സ്റ്റുഡന്റ് ആണ്, ആ സ്റ്റുഡന്റിന്റെ പഠിപ്പും ബുക്കും സ്കൂളിന്റെ അറ്റ്മോസ്ഫിയറും മാത്രമല്ല, ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ കൂടെ അന്വേഷിക്കേണ്ടതായിട്ട് വരും. ആ ഒരു കൺസേണും കൂടെ വേണം. ആൻഡ് ചിലപ്പോൾ നെയ്ബർഹുഡ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം, അപ്പൊ അത് നോക്കേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും ചിലപ്പോൾ ആ കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് അപ്രോച്ചും കൂടെ ഉണ്ടാവണം. പിന്നെ അടുത്തത്, there are certain challenges that need to be overcome. There must be an acknowledgement of the active interface of school, home and the community that collectively affect the development of the child. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂൾ ഹോം കമ്മ്യൂണിറ്റി റിലേഷൻ അത് മനസ്സിലാവണം. അതായത് ഈ ഒരു സ്റ്റുഡന്റിന്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സ്കൂൾ ഉണ്ടായിരിക്കും, ഹോം ഉണ്ടായിരിക്കും, കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടി ഭയങ്കര അഗ്രസീവ് ആണ് വിചാരിക്കുക ക്ലാസ്സിൽ, ചിലപ്പോൾ വീട്ടിലെ ഇഷ്യൂ കൊണ്ടായിരിക്കും ആ ഒരു ബിഹേവിയർ സ്കൂളിൽ കൊടുന്ന് കാണിക്കുന്നത്. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്യണം. Along with this, more awareness need to be created about the role and salience of school psychologists among other professionals working in the school setup. അതേപോലെ തന്നെ അവയർനെസ് കുറവ്, കുട്ടികൾക്ക് ചിലപ്പോൾ അവയർനെസ് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താണെന്ന് പലർക്കും അറിയില്ല. ഇപ്പൊ പ്രിൻസിപ്പാള്, ടീച്ചർ, പാരന്റ്സ്, ഇവർക്കൊക്കെ എന്താണ് സൈക്കോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ശരിക്കും വ്യക്തമായിട്ട് അറിയുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഹാവ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഫ്രം ദ സ്കൂൾ സൈക്കോളജിസ്റ്റ് വെൻ ഡീലിംഗ് വിത്ത് പ്രോബ്ലമാറ്റിക് ഇഷ്യൂസ് ഓഫ് ദ സ്കൂൾ ചിൽഡ്രൻ. കേട്ടോ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഒരു സെഷനിൽ കുട്ടി മാറണം എന്നായിരിക്കും ചിലപ്പോൾ ടീച്ചറും പാരന്റ്സും വിചാരിക്കാം. ചിലപ്പോൾ ടീച്ചറിന്റെ പ്രശ്നം എന്താണ്, ടീച്ചർ ആ പ്രശ്നം ചിലപ്പോൾ ടൈംലി പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബുള്ളിങ് ഉണ്ട് എന്ന് വിചാരിക്കാം, അത് റിപ്പോർട്ട് ചെയ്യാതെ പോവാണ്. Teachers also often do not report issues that need immediate attention. A school psychologist is often reduced to the status of a proxy teacher since the school management and the principal do not know how well to utilize the services of a school psychologist. For example, ഇപ്പം ഒരു ബുള്ളിങ് ഉണ്ട് എന്ന് വിചാരിക്കാം, അത് റിപ്പോർട്ട് ചെയ്യാതെ പോവാണ്. അപ്പൊ ചില സ്കൂളുകളിൽ എങ്ങനെയാണ്, സൈക്കോളജിസ്റ്റ് അതിനെ പ്രോക്സി ടീച്ചറായിട്ട് കാണും. അതായത് ക്ലാസ് എടുത്തു കൊടുക്കാൻ പറയുക, അല്ലെങ്കിൽ പകരത്തിന് വെറുതെ വേറെ വല്ല ടീച്ചറെ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ടീച്ചർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഒരൊറ്റ സെഷനിൽ തന്നെ ഈ പ്രോബ്ലംസ് ഒക്കെ തീരണം. അപ്പൊ ടീച്ചർ വിചാരിക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല വെച്ചെങ്കിൽ എന്തായിരിക്കും, ആ ഒരു ടൈംലി ഈ ഒരു പ്രശ്നം പറയാത്തതിന്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിനെ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. അതായത് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറയുക, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ടീച്ചർ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഇറ്റ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് എ സ്കൂൾ സൈക്കോളജിസ്റ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് മാക്സിമലി ഓൺലി ത്രൂ ദ കൊളാബറേറ്റീവ് ആക്ഷൻസ് ഓഫ് ദ സ്കൂൾ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ. അപ്പൊ ഈ ഒരു കൊളാബറേഷൻ അത്യാവശ്യമാണ്. ഈ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അതായത് സ്കൂൾ മാനേജ്മെന്റ്, പ്രിൻസിപ്പള്, ടീച്ചേഴ്സ്, പാരന്റ്സ്, അങ്ങനെയുള്ള എല്ലാവരും എന്ത് ചെയ്യണം, ഒരേപോലെ നിൽക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് വിചാരിക്കാം, ഇപ്പൊ ടീച്ചറും പാരന്റും സൈക്കോളജിസ്റ്റും ഒരേപോലെ വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെ, പലരും സൈക്കോളജിസ്റ്റ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു വരില്ല. ഇറ്റ് ഈസ് എ കമ്പൈൻഡ് എഫേർട്ട് ഓഫ് ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ഇൻ ബ്രിങ്ങിങ് അബൌട്ട് സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഇൻ മെന്റൽ ഹെൽത്ത് ഡൊമൈൻ ഓഫ് സ്കൂൾ ചിൽഡ്രൻ. അപ്പൊ അതൊരു കമ്പൈൻഡ് എഫേർട്ട് ആണ്. അതായത് അവിടെ എല്ലാവരും ഉണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായിരിക്കും. ഒരു സ്റ്റുഡന്റിനെ ബന്ധപ്പെട്ടിട്ട് ആരൊക്കെ ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ്, പാരന്റ്സ്, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ എല്ലാവരും ഇതിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഇന്ത്യൻ സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെയുണ്ട്. അത് ഒരു ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്കത് കൃത്യമായിട്ട് യൂസ് ചെയ്യണം. അതിന് എല്ലാവരും കൂടെ ഒരേപോലെ കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ പറഞ്ഞേ?
ഇനി അടുത്തതാണ് റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. ഈ ചാപ്റ്ററിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കി എന്ത് വിട്ടാലും ഇത് വിട്ടു പോകരുത്, ഇത് സ്കിപ്പ് ചെയ്യരുത്. റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. Indian education system faces a broad range of issues that may require a whole new perspective to address the mental health issues that are increasing by each day in the Indian schools. Indian education system നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ആണ് ഫേസ് ചെയ്യുന്നത്. അതായത് ഓരോ ദിവസം എന്താണ് കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ന്യൂ പെർസ്പെക്റ്റീവ് അവിടെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗിവൺ ദ നാസന്റ് സ്റ്റേജ് ഓഫ് സ്കൂൾ സൈക്കോളജി ഇൻ ഇന്ത്യ, there is not a single acceptable model that can be followed by schools of various stages. There have been evident discrepancies in the roles that are enacted by the school psychologists across the country. അപ്പൊ ഇവിടെ നമ്മുടെ നാസന്റ് സ്റ്റേജ് ഓഫ് സ്കൂൾ സൈക്കോളജി നോക്കുകയാണ്. അതായത് നാസന്റ് മീൻസ് ഭയങ്കര നവീനമായിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു സ്കൂൾ സൈക്കോളജി ഇന്ത്യയുടെ ആ ഒരു നാസന്റ് സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ there is not a single acceptable model. അവിടെ ഒരു സിംഗിൾ അക്സെപ്റ്റബിൾ മോഡൽ ഇല്ല. ഒരൊറ്റ മോഡൽ നമുക്ക് അവിടെ എടുത്തിട്ട് സ്കൂൾ സൈക്കോളജിസ്റ്റിനെ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരൊറ്റ അപ്രോച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ദാറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ സ്കൂൾസ് ഓഫ് വേരിയസ് സ്റ്റേജസ്. ദർ ഹാവ് ബീൻ എവിഡൻസ് ഡിസ്ക്രിപ്പൻസീസ് ഇൻ ദ റോൾസ് ദാറ്റ് ആർ എനക്റ്റഡ് ബൈ ദ സ്കൂൾ സൈക്കോളജിസ്റ്റ് അക്രോസ് ദ കൺട്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ റോളുകളിൽ എന്തുണ്ട്, ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്. ശരിക്കും അവരുടെ റോൾ എന്താന്നുള്ളത് വ്യക്തമല്ല. അവർ കൗൺസിലിംഗ് ചെയ്യണോ, ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തണോ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ശരിയാക്കണോ, ബിഹേവിയറൽ പാറ്റേൺസ് മാറ്റണോ, അതൊന്നും വ്യക്തമല്ല. ഓവറോൾ ദ ഫോളോയിങ് ആർ ദ റോൾസ് ആൻഡ് ഫങ്ഷൻസ് ദാറ്റ് ആർ എക്സ്പെക്ടഡ് ടു ബി കാരിഡ് ഔട്ട് ബൈ എ സ്കൂൾ സൈക്കോളജിസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പൊ റോളുകൾ പറയാണ്. ആദ്യത്തെയാണ് ഡയറക്ട് സർവീസസ്. Direct services. School psychologists offer direct services to the children by offering counseling. ഒരു ഡയറക്ട് സർവീസസ് കൊടുക്കുകയാണ്. അതായത് കൗൺസിലിംഗ് പോലെയുള്ള കൗൺസിലിംഗ് ഒക്കെ ഓഫർ ചെയ്തിട്ട്. പ്രോബ്ലംസ് ഇൻ സ്കൂൾ, അറ്റ് ഹോം, അക്കാഡമിക് സ്ട്രെസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഓഫ് യൂത്ത് ആർ സം ഓഫ് ദ റെഗുലർ ഇഷ്യൂസ് ദാറ്റ് ആർ അഡ്രസ്ഡ് ഇഫക്റ്റീവ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്കൂൾ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് സർവീസ്. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സ്കൂളിലും വീട്ടിലൊക്കെ പ്രശ്നം, അക്കാഡമിക് സ്ട്രെസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂത്തിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തേതാണ് അസസ്മെന്റ്. School psychologists also carry out assessments, and a part of their higher education training allows them to learn principles of test conduction and seek experience in interpreting test scores and making test reports. അതായത് സ്കൂൾ സൈക്കോളജിസ്റ്റുകൾ അസസ്മെന്റ് ചെയ്യാം ആസ് എ പാർട്ട് ഓഫ് their higher education training. അതായത് ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുക, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക, അതിൽ നിന്ന് ആ ഒരു സ്കോറുകൾ ഇന്റർപ്രറ്റ് ചെയ്യുക. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ടെസ്റ്റുകൾ നടത്തുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റലിജൻസ് ടെസ്റ്റ്, അതിന്റെ റിപ്പോർട്ടുകളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അടുത്തത് എക്സ്പെർട്ട് ടോക്സ്. School psychologists arrange for talks by experts for addressing needs of all stakeholders in a variety of ways. School psychologists provide guidance in students' career choices by organizing career talks and inviting experts from varied fields to interact with the students and empower students to become better decision makers. അതായത് സംസാരിക്കാം. അതായത് ഇപ്പോ കരിയർ ചോയ്സസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്കൂൾ സൈക്കോളജിസ്റ്റുകൾ ആ ഒരു ഇപ്പൊ 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ എത്തി നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാവി അതൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏത് സബ്ജക്ട് എടുക്കണം, ഏത് ഫീൽഡിലോട്ട് ഇറങ്ങണം. അപ്പൊ അതൊക്കെ അറിയാനായിട്ട് ആ ഒരു കരിയർ ടോക്സ് അത് ഓർഗനൈസ് ചെയ്യുക. And inviting experts in the field of time management and meditation, for instance, is generally arranged by school psychologists for the board class students. അതായത് എക്സ്പേർട്ടുകളെ എടുക്കുക, ടൈം മാനേജ്മെന്റ്, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എക്സ്പേർട്ടുകളെ
കൊണ്ടുവരിക. ഫോർ ഇൻസ്റ്റൻസ് ഇസ് ജനറലി അറേഞ്ച്ഡ് ബൈ സ്കൂൾ സൈക്കോളജിസ്റ്റ് ഫോർ ദ ബോർഡ് ക്ലാസ് സ്റ്റുഡൻസ്. ബോർഡ് ക്ലാസ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 10th +2 സ്റ്റുഡൻസ് ഒക്കെ ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ആൻഡ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആസ് എക്സ്പെർട്സ് ഫോർ ട്രെയിനിങ് ഓഫ് സ്കൂൾ സ്റ്റാഫ്. സ്കൂൾ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെർട്സ് ആയിട്ട് വെക്കുക. ആൻഡ് ദേ ഓൾസോ ഓർഗനൈസ് പാരന്റിംഗ് സെഷൻസ് ഓൺ ടോപ്പിക്സ് ദാറ്റ് ആർ റെലവന്റ് ടു പാരന്റ്സ് ഓഫ് പെർട്ടിക്കുലർ ഗ്രേഡ്സ്. ഫോർ ഇൻസ്റ്റൻസ് parents of primary classes may be oriented about good touch, bad touch. അതായത് പാരന്റ്സിന് വേണ്ട സെഷൻസ് കൊടുക്കുക. കുട്ടികൾക്കും കൊടുക്കുന്നതിനൊപ്പം തന്നെ ആർക്കും കൂടെ കൊടുക്കണം, പാരന്റ്സിനുള്ള സെഷൻ കൊടുക്കണം. ഇപ്പോൾ പ്രൈമറി ക്ലാസ്സുകൾക്കുള്ള കുട്ടികളുടെ പാരന്റ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ബാഡ് ടച്ച്, ഗുഡ് ടച്ച് ഒക്കെ പഠിപ്പിക്കാനായിട്ട് അവർക്കൊരു സെഷൻ. ഓർ ഹാവ് ദം അറ്റൻഡ് എ ടോക്ക് ബൈ ന്യൂട്രീഷനിസ്റ്റ് ഹു പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ദ റൈറ്റ് കൈൻഡ് ഓഫ് ഡയറ്റ് ദാറ്റ് ബെനിഫിറ്റ്സ് ദ ഹെൽത്ത് ഓഫ് ദ യങ് ചിൽഡ്രൻ ആൻഡ് പ്രിവെന്റ്സ് ചൈൽഡ്ഹുഡ് ഒബേസിറ്റി. അതായത് ന്യൂട്രീഷനിസ്റ്റുകളെ കൊണ്ട് സംസാരിപ്പിക്കാം, എങ്ങനെ ഫുഡ് കഴിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡുകൾ, അങ്ങനെ ജങ്ക് ഫുഡുകളുടെ എന്താണ് കോൺസിക്വൻസസ് ഒക്കെ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പാരന്റ്സിന് സെഷൻ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് എക്സ്പേർട്ട് ടോക്സിൽ പറയുന്നത്. ഇപ്പൊ 3 പറഞ്ഞു. ഇതൊക്കെയാണ് ഒന്ന് ഡയറക്റ്റ് സർവീസസ് ആണ്, അതായത് കൗൺസിലിംഗ് പോലെയുള്ള സർവീസുകൾ ഓഫർ ചെയ്യുക. പിന്നെ അടുത്തത് അസസ്മെന്റ് ആണ്. അതായത് സ്കൂൾ സൈക്കോളജിസ്റ്റുകൾ അസസ് ചെയ്യുക, അതായത് ടെസ്റ്റുകൾ നടത്തുക, അതിന്റെ ആ ഒരു ടെസ്റ്റ് സ്കോർ ഇന്റർപ്രറ്റ് ചെയ്യുക, അതിന്റെ റിസൾട്ടുകൾ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ എക്സ്പെർട്ട് ടോക്ക്, കരിയർ ചോയ്സസ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഡിസിഷൻ മേക്കേഴ്സ്, അതിന് വേണ്ടിയിട്ട് അവരെ എൻഹാൻസ് ചെയ്യുക. പിന്നെ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, മെഡിറ്റേഷന് വേണ്ടിയിട്ട് എക്സ്പെർട്ടുകളെ കൊണ്ടുവരിക. പിന്നെ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് കൊടുക്കുക. ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ. ഇനി അടുത്തതാണ് പ്രിവെൻഷൻ സർവീസസ്. By assuming a role akin to community psychologist, the school psychologist work towards the development of a primary and secondary preventive services targeted for the betterment of the school students. അപ്പൊ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കമ്മ്യൂണിറ്റി സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതല്ലെങ്കിൽ അതുപോലെ അക്കിൻ ടു എന്ന് പറയുമ്പോൾ ഇതിനോട് സമാനമായ സാദൃശ്യമുള്ള ഒരു കമ്മ്യൂണിറ്റി സൈക്കോളജിസ്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സ്കൂൾ സൈക്കോളജിസ്റ്റ് വർക്ക് ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രിവെന്റീവ് സർവീസസ്. പ്രൈമറി സെക്കൻഡറി എന്ന് പറയുമ്പോൾ, പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഇഷ്യൂ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക, നടപടികൾ എടുക്കുക. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും, അത് വലുതാവുന്നതിന് മുൻപേ തന്നെ അത് കൺട്രോൾ ചെയ്യുക. അങ്ങനെ 2 രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂൾ സൈക്കോളജിസ്റ്റുകൾക്ക് വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, to address the problem of bullying in school, the school psychologist can work toward primary preventive program. കേട്ടോ, ഈ ഒരു ബുള്ളിങ് സ്കൂളിൽ ഉണ്ട് എന്നുണ്ട് വിചാരിക്കുക, അത് അഡ്രസ് ചെയ്യാൻ എന്ത് ചെയ്യാം, പ്രൈമറി പ്രിവെന്റീവ് പ്രോഗ്രാം എടുക്കാം. ദാറ്റ് കുഡ് ഹെൽപ്പ് ഇറാഡിക്കേറ്റ് ദ പ്രോബ്ലം ഓഫ് ബുള്ളിങ് ബൈ പ്രൊവൈഡിങ് ഫോർ മോർ എ സെൻസിറ്റീവ് ആൻഡ് കൺഡ്യൂസീവ് സ്കൂൾ എൻവയറൺമെന്റ് ആൻഡ് ഹെൽപ്പിംഗ് യങ് ചിൽഡ്രൻ ഡെവലപ്പ് എംപതി. കുട്ടികളിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇല്ല പറഞ്ഞു ഇല്ല ഒരു 10 മിനിറ്റ് കൂടെ. അപ്പൊ സ്കൂളിൽ ഈ ഒരു ബുള്ളിങ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ പ്രശ്നം ഉണ്ടായതിനു ശേഷം മാത്രം ആക്ഷൻ എടുക്കല്ല വേണ്ടത്. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പ്രൈമറി പ്രിവെന്റീവ് പ്രോഗ്രാം ആരംഭിക്കാം. അതായത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്താണ്, ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം. അപ്പൊ ആ കുട്ടികളിൽ ആ ഒരു എമ്പതി വളർത്താനും ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് സ്കൂൾ എൻവയറൺമെന്റ് ഉണ്ടാക്കാനും ബുള്ളിങ് ഒഴിവാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതായത് ഇങ്ങനത്തെ ഒരു പ്രിവെന്റീവ് സർവീസസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഒന്ന് പറഞ്ഞൊക്കെ, എങ്ങനെയായിരിക്കും നമുക്ക് പ്രിവെന്റീവ് പ്രോഗ്രാംസ് പറഞ്ഞു, നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഒരു സ്കൂളിൽ പ്രിവെന്റീവ് പ്രോഗ്രാംസ് നടത്തുക, എങ്ങനെയായിരിക്കും? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ നമ്മളൊരു സ്കൂൾ സൈക്കോളജിസ്റ്റ്, ആസ് എ സ്കൂൾ സൈക്കോളജിസ്റ്റ് നമുക്ക് എങ്ങനെ ഒരു പ്രിവെന്റീവ് പ്രോഗ്രാംസ് സ്കൂളിൽ നടത്തും? ഇപ്പൊ ബുള്ളിങ് ആണെന്ന് വിചാരിക്കാം, നമുക്ക് എങ്ങനെ പ്രിവെന്റീവ് സെഷൻസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ സർവീസസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? നമുക്ക് ആദ്യം പ്രൈമറി സർവീസസ് ആണ്, പ്രൈമറി പ്രിവെന്റീവ് സർവീസസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് മുന്നോടിയായിട്ട് എന്തെങ്കിലും ചെയ്യണം, വരുന്നതിന് മുൻപ് തന്നെ നമ്മള് എന്താണ്, നമ്മൾ ആക്ഷൻ എടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് കൊടുക്കാം, അവയർനെസ് ക്ലാസ്സസ് കൊടുക്കാം. എല്ലാ സ്റ്റുഡൻസിനും അവയർനെസ് ക്ലാസ്സസ് കൊടുക്കാം. പിന്നെ
റോൾ പ്ലേ ആക്ടിവിറ്റീസ് നടക്കാം. നമുക്കൊരു എന്താണ് ചിലപ്പോ ഒരു നാടകം പോലെയോ അല്ല ഒരു റോൾ പ്ലേ മീൻസ് 2 സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബുള്ളിങ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഫക്ട്സ് എന്തൊക്കെയാണ്. അപ്പൊ ഒരു റോൾ പ്ലേ ആക്ടിവിറ്റീസ് നടത്താം, ഗ്രൂപ്പ് ഡിസ്കഷൻസ് വെക്കാം, ഡിബേറ്റ് വെക്കാം അല്ലെ. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് നടത്താനായിട്ട് പറ്റും. അതിലൂടെയാണ് അപ്പൊ ഈ പ്രിവെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്താ, അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ എടുക്കണം കേട്ടോ. നമുക്കിത് ഫുള്ള് തിയറി പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്ട് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ നിന്നും കൂടെ നമുക്ക് കുറച്ച് എറിയണം, എന്നെങ്കിൽ മാത്രമേ പേജസ് എന്താണ് ആൻസേഴ്സ് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ കുറച്ചും കൂടി എന്താവും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് അവര് സ്റ്റുഡൻസിന്റെ ഇടയിൽ അവരത് ഡിസ്കസ് ചെയ്യും, അവർ കൂടുതൽ കൺസിഡറേറ്റ് ആവും, ബുള്ളിയിങ് കുറയും, സ്കൂൾ എൻവയറമെന്റ് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആവും. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ അതാണ് ഇന്റർവെൻഷൻസിന്റെ കാര്യം പറഞ്ഞത്. പ്രിവെൻഷൻ സർവീസസ്. അടുത്തത് ഇന്റർവെൻഷൻസ്. ഇന്റർവെൻഷൻസ്. സ്കൂൾസ് പ്രിപ്പയർ ചിൽഡ്രൻ ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് മേക്ക് ദം ജോബ് റെഡി. എങ്ങനെയാണ് സ്കൂൾ പ്രിപ്പയർ ചെയ്യുന്നത്? കുട്ടികളെ ബെറ്റർ ലൈഫ് ഉണ്ടാക്കുക, അവരുടെ ജോബ് റെഡി ആക്കുക അല്ലെ. ഇവിടുന്ന് പഠിച്ചിറങ്ങുക, അവർക്ക് ഒരു ജോബ് കിട്ടി നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ. Since the last 2 decades, a lot of emphasis is placed on helping the school children acquire the needed life skills that can enable them to lead a healthy and successful life. അപ്പൊ കഴിഞ്ഞ 2 ഡെക്കേഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എംഫസിസ് പോകുന്നത് ഏത് ഫീൽഡിലോട്ടാണ്? അവരെ ഹെൽപ്പ് ചെയ്യാം, അതായത് ആ ലൈഫ് സ്കിൽസ്, നീഡഡ് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് അക്വയർ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. ദാറ്റ് ക്യാൻ എനബിൾ ദം ടു ലീഡ് എ ഹെൽത്തി ആൻഡ് സക്സസ്ഫുൾ ലൈഫ്. അപ്പൊ അങ്ങനെ ആ ഒരു സ്കിൽ അവർക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആൻഡ് സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഇനി അടുത്തതാണ് കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ. സ്കൂൾ സൈക്കോളജി ഒന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. School psychology concerns itself with the psychological well-being of school children and hence focuses on the academic difficulties or the behavioral problems that the child is facing. School psychology concern എന്തൊക്കെ, ഒരു സൈക്കോളജിസ്റ്റിന്റെ കൺസേൺ എന്തൊക്കെയാണ്? ഒരു സ്കൂൾ കുട്ടികളുടെ, സ്കൂൾ സ്റ്റുഡൻസിന്റെ വെൽബീയിങ്, അതേപോലെ തന്നെ അവരുടെ അക്കാഡമിക് ഡിഫിക്കൽട്ടീസ്, അക്കാഡമിക് സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫോക്കസ് ചെയ്യുക, അഡ്രസ് ചെയ്യുക. ബിഹേവിയറൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക. ആൻഡ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ഓൾസോ പ്രൊവൈഡ് കൺസൾട്ടേഷൻ വിച്ച് ആർ ഇൻഡയറക്ട് സർവീസസ് വിച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്ട്ലി interacting with the child, the school psychologist assists the parents or teachers of the child who is facing a particular problem. അപ്പോൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Which are indirect services. അതൊരു indirect services ആണ്. Where instead of directly interacting with the child, the school psychologist assists the parents. പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും അതേപോലെ തന്നെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സ്റ്റുഡന്റിന് പ്രോബ്ലം ഉണ്ട് വെച്ചെങ്കിൽ ആ കുട്ടിയിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നില്ല. അതിന്റെ ഇഷ്യൂസ് ഒക്കെ ആർക്കുണ്ടായിരിക്കും? ടീച്ചേഴ്സ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പാരന്റ്സിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അവരെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഒരു കൺസൾട്ടേഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. The school psychologist is actively involved in providing educational services to the children with the special needs. Special needs ഉള്ള കുട്ടികൾക്ക് educational services കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The school psychologist effectively engages in the assessment of children
who have special needs, provides for referral or of experts outside the school and helps maintaining student profile to check for progress that is made by the student to enable effective sharing of child's background details as the child moves from one grade to the next. ഇപ്പൊ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ആ കുട്ടികളുടെ അസസ്മെന്റുകൾ ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റുകൾ നടത്തുക. ഫോർ എക്സാമ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്ലെക്സി ഉണ്ടോ, ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സി ഉണ്ടോ, ADHD ഉണ്ടോ, ഓട്ടിസം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അസസ് ചെയ്യാം. അപ്പൊ അതിനൊന്നെങ്കിൽ ടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ. രണ്ടും ടെസ്റ്റ് പ്ലസ് ഒബ്സർവേഷൻ വഴി ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന് ഇത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ചിലപ്പോൾ ഈ സ്കൂളുകളിൽ തന്നെ എല്ലാ സൗകര്യവും ഉണ്ടായിരിക്കില്ല, അല്ലെ? പ്രൊവൈഡ്സ് റെഫറൻസ് ഓഫ് എക്സ്പെർട്സ് ഔട്ട്സൈഡ് ദ സ്കൂൾ. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്ത് ചെയ്യും? സ്കൂളിന്റെ പുറത്ത് ചില എക്സ്പേർട്ടുകളെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതായത് എക്സ്പേർട്ടിനെ റെഫർ ചെയ്യാം, ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അങ്ങനെയുള്ള ഒരു തെറാപ്പിസ്റ്റിനെ റെഫർ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കുട്ടികളുടെയും ആ ഒരു പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് സ്റ്റുഡന്റ് പ്രൊഫൈൽ. ഒരു സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് അക്കാഡമിക് പെർഫോമൻസ്, ബിഹേവിയർ, പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് ആ കുട്ടിക്ക് കിട്ടിയത്, അങ്ങനെയുള്ള ആ ഒരു പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ടു ചെക്ക് ഫോർ പ്രോഗ്രസ് ദാറ്റ് ഇസ് മെയ്ഡ് ബൈ ദ സ്റ്റുഡന്റ്. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് ഡിസ്ലെക്സിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്റർവെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ചും കൂടി റീഡിങ് ഇംപ്രൂവ് ആയിട്ട് കാണാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കും. ടു ചെക്ക് ഫോർ പ്രോഗ്രസ് ദാറ്റ് ഇസ് മെയ്ഡ് ബൈ ദ സ്റ്റുഡന്റ്. കുട്ടിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. ആൻഡ് ടു എനേബിൾ ഇഫക്റ്റീവ് ഷെയറിംഗ് ഓഫ് ചൈൽഡ്സ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആസ് ദ ചൈൽഡ് മൂവ്സ് ഫ്രം വൺ ഗ്രേഡ് ടു ദ നെക്സ്റ്റ്. അപ്പോ 5ൽ പഠിക്കുന്ന കുട്ടിക്കാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പോകുമ്പോൾ ചിലപ്പോൾ വേറൊരു ടീച്ചർ ആയിരിക്കും. അപ്പൊ ആ ടീച്ചർക്ക് ഇത് കൈമാറും, ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് കൈമാറും. ആ ടീച്ചറോട് പറയും, ഈ കുട്ടിക്ക് ചെറുതായിട്ട് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്, ചെറുതായിട്ട് ഒരു പ്രോബ്ലം ഉള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു പുതിയൊരു ടീച്ചർ ആ കുട്ടീനെ നന്നായിട്ട് മനസ്സിലാക്കും. ഇതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അല്ലാതെ പുസ്തകത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമല്ല. ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം അസസ് ചെയ്ത്, അതിന് സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അതിനെ അസസ്മെന്റ് ചെയ്യാം. ഇനി സ്കൂളിൽ ഒതുങ്ങാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് അത് റെഫർ ചെയ്യുക, അവർ ആ ഒരു പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം എന്ത് ചെയ്യാനാണ്? ആ ഒരു പ്രോഗ്രസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. എന്നിട്ട് ഒരു ഗ്രേഡിൽ നിന്ന് നെക്സ്റ്റ് ഗ്രേഡിലോട്ട് പോകുന്ന കുട്ടി അല്ലെങ്കിൽ വേറെ ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അത് കൈമാറാം പുതിയ. അപ്പൊ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 7 റോൾസ് ആണ് സ്കൂൾ സൈക്കോളജിസ്റ്റിന് ഉള്ളത്. ഇത് 7ഉം നോക്കി വെക്കാം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ സ്കൂൾ സൈക്കോളജി, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് നിർബന്ധമായിട്ടും പഠിക്കാം. ഇന്ന് ഡയറക്റ്റ് സർവീസസ് ആണ്, അതായത് കൗൺസിലിംഗ് പോലെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അസസ്മെന്റുകൾ നടത്തുന്നു. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, ടെസ്റ്റ് റിപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും. എക്സ്പേർട്ട് ടോക്സിൽ എന്താണ്? കുട്ടികൾക്ക് കരിയർ കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. പാരന്റ്സിനെ അതിൻ്റെതായിട്ടുള്ള സെഷൻസ്, ടൈം മാനേജ്മെന്റ്, മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്സുകളെ ഇൻവൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പേർട്ട് ടോക്കിൽ വരും. പ്രിവെൻഷൻ സർവീസസ് ഉണ്ട്, അതായത് ഒരു കമ്മ്യൂണിറ്റി സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യുക. പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രിവെന്റീവ് സർവീസസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, അതൊക്കെ വർക്ക് ചെയ്യുക. പിന്നെ ഇന്റർവെൻഷൻസ് കൊടുക്കുക, അതായത് സക്സസ്ഫുൾ ഹെൽത്തി ആൻഡ് സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ കൺസൾട്ടേഷൻ, സ്കൂൾ സൈക്കോളജിസ്റ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൗൺസിലിംഗ് സർവീസസ് കൊടുക്കുക, അതായത് കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും അസിസ്റ്റ് ചെയ്യാം. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറഞ്ഞു, പുസ്തകത്തിലുള്ള പഠനം മാത്രമല്ല, അസസ് ചെയ്യേണ്ടത് അസസ് ചെയ്യുക. പിന്നെ പുറത്തേക്ക് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യുക. സ്റ്റുഡൻസിന്റെ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോഗ്രസ് ചെക്ക് ചെയ്യുക, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നലെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. 4 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈനിങ് സ്കൂൾ സൈക്കോളജി, പാഠത്തിന്റെ ഫസ്റ്റ് പേജ് എടുത്താൽ മതി. ഡിഫൈനിങ് സ്കൂൾ സൈക്കോളജി,
വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നീഡ് ആൻഡ് റെലവൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി വന്നിട്ടുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ വന്നിട്ടുള്ളതാണ്. നീഡ് ആൻഡ് റെലവൻസ് 2 അറ്റോ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്യൂച്ചർ ഓഫ് സ്കൂൾ സൈക്കോളജി വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് 3 വട്ടം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. സ്കൂൾ സൈക്കോളജി എന്താണെന്ന് പഠിച്ചിട്ട് ഈ ഒരു റോള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങൾ ഹിസ്റ്റോറിക്കൽ എഴുതാൻ പറ്റില്ല, കാരണം അതിന് നമുക്ക് കുറച്ച് ഹിസ്റ്ററി അറിയണം. നീഡ് ആൻഡ് റെലവൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി ചോദിച്ചാലും ഇതിലുള്ള കാര്യങ്ങൾ ഇതിലോട്ട് വേണമെങ്കിൽ കുത്തി നിറയ്ക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ഞാൻ റെക്കോർഡിങ്സ് ഇട്ടിട്ടില്ല, നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമാണ് അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന് സ്റ്റഡി മെറ്റീരിയൽ ഇടുന്നില്ല. ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ഇട്ടിട്ടില്ല, കാരണം ടെക്സ്റ്റ് വെച്ചിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇലക്ടീവ്സ് ആയതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് എഴുതണം. 4 സബ്ജക്ട് എഴുതുന്ന പോലെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാലൊന്നും നമുക്ക് മാർക്ക് കിട്ടില്ല, അത്യാവശ്യം എഴുതേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് വെച്ച് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നെ മാർക്ക് ചെയ്ത് പോയാൽ മതിയല്ലോ. അപ്പൊ അത് നോക്കി പഠിക്കാൻ ടെക്സ്റ്റ് വെച്ച് എടുക്കുള്ളൂ, അതല്ലാതെ വേറെ ഞാൻ പുറത്തുനിന്നൊന്നും ആഡ് ചെയ്യുന്നില്ല. അത് വെച്ച് വളരെ സിമ്പിൾ ആക്കിയിട്ട് എടുത്തു തരാം. പിന്നോട്ടിട്ട് എന്റെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ജോയിൻ ചെയ്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു സെപ്പറേറ്റ് ഒരു കോഴ്സുകൾ മാത്രമായിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാട്ടെ. നമ്മള് വിത്തിൻ 20 ഡേയ്സ് നമ്മൾ ഈ ഒരു സബ്ജക്ട് തീർക്കും. അങ്ങനെയാണ് ഞാൻ ടൈം ടേബിൾ പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം ഇലക്ടീവ്സ് ഒക്കെ ആദ്യം വരുന്നതല്ലേ, അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് തീർത്ത് വെക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ക്ലാസ് കഴിഞ്ഞവരൊന്ന് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ഗ്രൂപ്പിലിടണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഗ്രൂപ്പിലിടണേ. ഓക്കെ, താങ്ക് യു.